പറഞ്ഞാല് ജെയിൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു. ഇവിടെ ഒരു പഴയൊരു ജനറേഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഹലോ ഗൈസ്, വ്ലോഗ് നമ്പർ 5 സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, അവിടെ നമ്മൾ വാട്ടർഫോൾ കാണാൻ പോയപ്പോൾ അവൻ പറഞ്ഞില്ല നമ്മുടെ അടുത്ത് ജസ്റ്റ് ഇവിടെ നമുക്ക് കുളിക്കാനുള്ള ജസ്റ്റ് വെള്ളം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് ഇതൊക്കെ സെറ്റാക്കി തരാൻ അവൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവനെ കുറേ നിർബന്ധിച്ചിട്ട് ഓനെ ഞങ്ങൾ കൂട്ടിയിട്ട് പോവാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് പ്ലേസ് കണ്ടുപിടിച്ച്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഭയങ്കര പൂതി അതിലൊന്ന് ഇറങ്ങണം, വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നീരാടണം എന്നുള്ളൊരു മൈൻഡാണ് ഫുള്ള്. അപ്പോൾ എന്ത് ചെയ്തു എന്നാ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി. ഓനാകെ പണി കൊടുത്തില്ലേ. എന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങി, ഒന്നും നോക്കിയില്ല. ചെന്ന പാടെ ഡ്രസ്സ് അങ്ങോട്ട് അയച്ചിട്ടു. ഫുൾ കുളിക്കാനുള്ള സെറ്റപ്പിലേക്കുള്ള മാറി ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അടുത്തുള്ള സ്ഥലം നോക്കി, കുളിക്കാനുള്ള വെള്ളം സ്ഥലം നോക്കി ഇങ്ങനെ പോകും. ഓൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഇറങ്ങി ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കണ്ടോളി. തൂപ്പാടളകിപ്പോയി ണ്ടല്ലോ. ഗൈസ്, നമ്മൾ കാശ്മീരി വാട്ടർഫോളിൽ ഞങ്ങളവിടെ കുളിച്ചു ഗൈസ്. ഞങ്ങളില്ല, ഞാൻ മാത്രം. Look at the view guys, very freezing. Look my friends, they are capturing the photos. Amazing. Oh my god, guys. Oh my god, look the water is coming from the mount. ഇവിടെ ഇത് മൗണ്ടൻസ് വരുന്നതാണ്, മഞ്ഞുരുക്കിയിട്ട് വരുന്ന വെള്ളമാണ്. ഫ്രീസ് ആയിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ Yeah, he's asking the GoPro. Karban. Just look at me, guys. See what this guy is doing from last 10 hour. What are you doing there? I'm just washing my face with the ice water. Okay. Yeah. How much cold is this? It's like freezing. Freezing water. It's freezing. Okay. Just water sick. Not there, Alan. Just stay there. Whoa. Don't go there. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്തൊന്നും പറയണ്ട. പിന്നെ തണുത്തിട്ടുണ്ടല്ലോ, ഒരു രക്ഷയിലായിരുന്നു. What happened? Oh God. Please. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഞാൻ മാത്രമേ കാണിച്ചുള്ളൂ. വേറൊരു കാര്യം, വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്നാണ് കേട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ, ഇവിടെ പണ്ട് കാലത്ത് വലിയ ഹൈറ്റുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ജെയിൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു. ഇവിടെ ഒരു പഴയൊരു ജനറേഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഒരു ജനറേഷൻ ഇവിടെ ജീവിച്ചിരുന്നതാണ് മോസിൻ. ഹീസ് മൈ ഫ്രണ്ട്. പുള്ളി പുള്ളി ഇവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ വാട്ടർഫോളിൽ ആണ് ഇവർ കൈയും കാലും ഒക്കെ കഴിയുന്നത്. അത്രയ്ക്ക് വലിയ ആൾക്കാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിക്കുക പറഞ്ഞാൽ ശരിയാണ്. നമ്മളിതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ഇപ്പോൾ പുള്ളി കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്കാകെ വണ്ടറായിപ്പോയി. ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ളൊരു മൈൻഡിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പൺ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹിയർ, ദിസ് ദ വേ, ദാറ്റ് വേ. നോക്ക്, നമ്മളിങ്ങനെ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട്, ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒന്നാ നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇതിൻ്റെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു ഫുൾ എൻ്റയർ ജനറേഷൻ താമസിച്ചിരുന്നു പോലും. Cave, where is the cave?
Just wait. ഇവിടെ ആയിരുന്നു ഒരു താമസിച്ചിരുന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അയ്യോ നമുക്ക് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതൊക്കെ അവിടെ വോഡഫോൺ എൻ്റെ മോൻ സോസം വർക്കിംഗ്. നമ്മുടെ അവിടെ ഇങ്ങനെ എഴുത്ത് കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഒരു ജനറേഷൻ, ഒരു വലിയ ജെയിൻസിൻ്റെ ജനറേഷൻ ഇവിടെ ലീവ് ചെയ്തിരുന്നു പറഞ്ഞാൽ എൻ്റെ പൊന്നെ. പഴങ്കാല ആൾക്കാരുകൾ ഇവിടെ താമസിച്ച് കാര്യങ്ങളിങ്ങനെ ഇതാക്കിയിരുന്നെന്നാണ് പറഞ്ഞത്. ഷൂ no, it's boot made upon fully perfect grip. Look at the view. It's amazing. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് കേട്ടോ. കശ്മീരി, I love you. I love it. I love it very much. Bah. See these guys. അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയ പരിപാടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അഹർബാലിന് ഞങ്ങൾക്ക് നേരെ ഷാംപിയാനിൽ നിന്ന് പിന്നെ ഇതൊരു സ്ഥലം അകത്ത് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഏകദേശം ഒരു 150 രൂപയുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഫുഡെല്ലാം ആയിട്ടൊന്ന് വരാം കേട്ടോ. ആ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ചെയ്യുന്നതിലപ്പുറം ജസ്റ്റ് ഒരു ബ്രദറിനെ പോലെ ഞങ്ങളെ കെയർ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തതെന്ന് പറയുമോ. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവൻ മെയിൻ പറഞ്ഞ ഇവിടുത്തെ കുട്ടികളെ നോക്കരുത്, ഹോളടുത്തിരിക്കുന്നത് ഞാൻ ഫ്രണ്ടിലാണ്, ആക്ച്വലി എൻ്റെ അടുത്തൊരു പെൺകുട്ടിയാണ്, നോക്കരുത് മെയിനായിട്ട് പറഞ്ഞിക്ക്, അതുകൊണ്ട് നമ്മൾ കെയറാണ്. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ വരികയാണ്. അവിടെ സൈഡിൽ ഫുൾ ആപ്പിൾ ട്രീസ് ആണ്, ഫുൾ ആപ്പിൾ. അതായത് കാശ്മീരിൽ തന്നെ ഏറ്റവും അടിപൊളി ആപ്പിൾ കിട്ടുന്ന സ്ഥലമാണ്, അതായത് ഷാംപിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോകണം. കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് ഓൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഓൻ്റെ അടുത്താണ്. कुछ नहीं समझते हो? No bro, I speak only English. He speaks sort of. हिंदी कुछ नहीं समझते हो? हाँ समझते हो. मैं कल ऐसे जो को पहले ही बोला ये अपने बंदे उसने चप्पल का है ना, उसने बोला फिर साइड में रहो. हरा कारी बात को डर हो गया. आप कहाँ घूमे खुद को इवनिंग में aharbal का कोणगोटन कोणती इवनिंग में आता हेलीपैड रो तो कुछ नहीं वनिजा हेलीपैड Talking Kashmiri. यस कार बंद पागल हरा साखर नहीं हुई वागस मिस्रिक्स. ഓനിപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഇന്നലെ അതായത് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങൾ ഇതാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ്, ഓക്കെ, സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.